ജയതിച്ചേട്ടൻ ഇങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ട് അനൗൺസ് ചെയ്യുന്നു, മിതമായ നിരക്കിൽ ഏറ്റവും മനോഹരമായി സെറ്റിടാൻ സമീപിക്കുക നേമം പുഷ്പരാജ്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ജയതിച്ചേട്ടൻ, ജയറാമും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. സേന സാറുണ്ട്, രാജസേനുണ്ട്. നേമം പുഷ്പരാജ് മലയാള സിനിമാ രംഗത്ത് സംവിധായകനായും കലാസംവിധായകനായും വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ. പ്രേക്ഷകർ എന്നും ഓർക്കുന്ന കലാമൂല്യമുള്ള നിരവധി സിനിമകൾ ഉൾപ്പെടെ 80-ലധികം ചിത്രങ്ങളുടെ കലാസംവിധായകൻ. ഷാജി കൈലാസിൻ്റെ കിങ് മമ്മൂട്ടി ചിത്രമാണ്. അന്ന് വരെ ആ ഒരു ജീപ്പിലും ഉപയോഗിക്കാത്ത തരത്തിൽ വെൽവെറ്റ് കൊണ്ടുള്ള ഒരു റൗണ്ടിനകത്താണ് കേരള പോലീസ് എന്നൊക്കെ എഴുതി വെച്ചത്. അത് പിന്നീട് ആ കളറ് ഡിപ്പാർട്ട്മെന്റിനെ സ്വീകരിച്ചത് കണ്ടിട്ടുണ്ട്. അന്ന് വരെ അത് ഉപയോഗിച്ചിട്ടില്ല. ഇത് നേമം പുഷ്പരാജിന്റെ ഓർമ്മകളാണ്. അല്ല, കൃഷ്ണമൂർത്തി സാർ എവിടെ? അപ്പോൾ പറഞ്ഞു, ഏത് കൃഷ്ണമൂർത്തി? ഞാൻ പറഞ്ഞു, അല്ല, ആർട്ട് ഡയറക്ടർ കൃഷ്ണമൂർത്തി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അല്ല, ആർട്ട് ഡയറക്ടർ നിങ്ങളല്ലേ? ശരിക്കും എനിക്ക് എന്താണ് ചെയ്യണമെന്നറിയില്ല. എൻ്റെ കണ്ണിലേക്ക് ഇരുള് വ്യാപിക്കുന്ന പോലെ തോന്നി. കാരണം ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല അതിനു മുമ്പ് ഞാൻ. സിനിമാ സെറ്റുകൾ രൂപപ്പെട്ട കഥ. ഡോക്ടറുടെ റൂമിൽ വെക്കാനുള്ള ചരകൻ്റെയും സുശ്രുതൻ്റെയും പടം കലണ്ടർ MT സാറാണ് കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുന്നത്. ഒരു സ്ക്രിപ്റ്റ് എഴുതി മാറി നിൽക്കുകയല്ല MTയെ സമയത്തോളം. അദ്ദേഹം അതിനകത്ത് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രേക്ഷകർ അറിയാത്ത ലൊക്കേഷൻ സംഭവങ്ങൾ വന്നപ്പോഴും ആടുമ്പോൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. കാരണം എൻ്റെ ഒരു ജീവിതത്തിലെ ആദ്യത്തെ ഒരു സ്വപ്നമാണ്. ഞാൻ അന്ന് വളരെ ഇതായിട്ട് മാടമ്പിനോട് പറഞ്ഞു, ഞാനിവിടെ വെച്ച് സിനിമ അവസാനിപ്പിക്കുന്നു. ജീവിതാനുഭവങ്ങൾ. കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ദിലീപ് എന്നോട് ചോദിച്ചു, പുഷ്പേട്ട, മാനത്തെ കൊട്ടാരത്തിന് നടന്ന ഇൻ്റർവ്യൂ ഓർക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. എനിക്കത് വല്ലാത്തൊരു അത്ഭുതം തോന്നി. കാരണം ആ സമയം ആയപ്പോഴത്തേക്കും ദിലീപ് വല്ലാണ്ട് പ്രശസ്തനായി നിൽക്കുന്ന ഒരു സമയമാണ്. 4 പതിറ്റാണ്ടായി മലയാള സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന നേമം പുഷ്പരാജ് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. കഥാവിശേഷൻ എന്ന സിനിമ കൽക്കട്ടയിലാണ് ഷൂട്ട് ചെയ്തത്. ശരിക്കും പ്രകൃതി എതിരായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. ഒരു രാത്രിയിൽ ഞങ്ങൾ കൽക്കട്ടയിൽ ചെന്നിറങ്ങുമ്പോൾ കൽക്കട്ട മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. വഴി അറിയില്ല. അവിടെ സ്ഥിരം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വഴി അറിയാം. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഒരു സമുദ്രം പോലെ ഇങ്ങനെ കൽക്കട്ട നഗരം മുഴുവൻ കിടക്കുകയാണ്. അതിനിടയിലൂടെയാണ് ഇയാൾ കൊണ്ടുവന്ന് ഈ ഹോട്ടലിലേക്ക് ഞങ്ങളെ നിർത്തുന്നത്. അപ്പോൾ രാത്രിയായി, ലൈറ്റില്ല, പൂർണ്ണമായി ഇലക്ട്രിസിറ്റി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത ഭീതിജനകമായൊരു സിറ്റുവേഷനിലേക്കാണ് ഞങ്ങൾ കൽക്കട്ടയിൽ എത്തുന്നത്. ചന്ദ്രേട്ടൻ, TV ചന്ദ്രനാണ് അതിൻ്റെ ഡയറക്ടർ. ചന്ദ്രേട്ടനും ഞങ്ങളും ക്യാമറാമാൻ ജയൻ എല്ലാമായിട്ട് ഒരു ക്രൂ മൊത്തം ചെന്നിറങ്ങുന്നത് ഈ വെള്ളത്തിലേക്കാണ്. ഹോട്ടലിൻ്റെ റിസപ്ഷൻ മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അവിടെ നിന്നാണ് ഇതിൻ്റെ അപ്പോഴത്തേക്കും 1-2 ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ലൊക്കേഷൻ നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ നമ്മൾ ശരിക്കും ഈ റൂമിനകത്ത് പെട്ടുപോയി. അത് കഴിഞ്ഞ് വെള്ളമെല്ലാം വാർന്നു പോയി കഴിഞ്ഞപ്പോഴാണ് കൽക്കട്ടയുടെ ഒരു തുറസായ ഒരു ഏരിയ നമുക്ക് കാണാൻ കഴിയുന്നതും. ശരിക്കും എൻ്റെയൊക്കെ സ്വപ്നത്തിലുണ്ടായിരുന്ന കൽക്കട്ട എത്രമാത്രം വ്യത്യസ്തമായിരുന്നു എന്നറിയുന്നതും അതിന് ശേഷമാണ്. ഈ ആളുകളെ വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷകൾ, എൻ്റെയൊക്കെ സ്വപ്നത്തിൽ ശരിക്കും കൽക്കട്ട വലിയൊരു സ്വർഗമാണ്, അല്ലെങ്കിൽ കൽക്കട്ട ഒരുപാട് പുരോഗതി നേടിയ ഒരു സംസ്ഥാനമാണെന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. പിന്നീടാണ് അറിയുന്നത്, കാണുന്നത് മനുഷ്യൻ വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷകൾ, മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ക്ഷൗരം ചെയ്യുന്ന ശുരകന്മാർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കേരളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഒരുപാട് വികസനം വരേണ്ട ഒരു സംസ്ഥാനമായിരുന്നല്ലോ, അല്ലെങ്കിൽ ആണല്ലോ കൽക്കട്ട എന്ന് തോന്നുന്നത്. അവിടെയായിരുന്നു ഈ കഥാവിശേഷൻ ചിത്രീകരിക്കാനായിട്ട് തുടങ്ങിയത്. അവിടെ നിന്ന് പിന്നെ ചിരാല, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൂടെയാണ് ഈ കഥാവിശേഷൻ്റെ ചിത്രീകരണം നടന്നത്. കൽക്കട്ടയിൽ വെച്ച് കഥാവിശേഷൻ ചിത്രീകരിക്കുന്ന സമയം കൽക്കട്ടയിൽ നിന്ന് കാളിഘട്ടിലേക്ക് ഞാനും ദിലീപും ഒരുമിച്ച് പോവുകയായിരുന്നു. അന്ന് ആ കാറിൽ ഞാനും ദിലീപും പിന്നെ അയാളുടെ ഒരു അസിസ്റ്റൻറ്റും മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ദിലീപ് എന്നോട് ചോദിച്ചു, പുഷ്പേട്ട, ഈ പഴയ ആ ഇൻ്റർവ്യൂ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു, ഏത് ഇൻ്റർവ്യൂ? അപ്പോൾ ദിലീപ് പറഞ്ഞു, അല്ല, മാനത്തെ കൊട്ടാരത്തിന് നടന്ന ഇൻ്റർവ്യൂ ഓർക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. എനിക്കത് വല്ലാത്തൊരു അത്ഭുതം തോന്നി. കാരണം ആ സമയം ആയപ്പോഴത്തേക്കും ദിലീപ് വല്ലാണ്ട് പ്രശസ്തനായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത്തരം ഒരു നിലയിലേക്ക് എത്തിയ ഒരാൾ ആദ്യകാലത്ത് നടന്ന ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല.
അപ്പോൾ ഇത് ശരിക്കും ദിലീപ് വരുന്ന ആദ്യ ചിത്രത്തിൻ്റെ മാനത്തെ കൊട്ടാരത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് ദിലീപ് സൂചിപ്പിച്ചത്. അതായത് അന്ന് മാനത്തെ കൊട്ടാരം സിനിമയ്ക്ക് വേണ്ടിയിട്ട് സുനിലായിരുന്നു അതിൻ്റെ ഡയറക്ടർ. ഒരു നായകനെ വേണം, അത് മിമിക്രി നന്നായിട്ട് ചെയ്യുന്ന ഒരാളെയാണ് വേണ്ടത്, പുതുമുഖമായിരിക്കണം. അങ്ങനെ ഇൻ്റർവ്യൂവിനെല്ലാം പ്ലാൻ ചെയ്തു. എറണാകുളത്തെ ഓർക്കിഡ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ. കുറേ പുതിയ ആൾക്കാരെ, മിമിക്രി അറിയുന്ന ആൾക്കാരെ എല്ലാം, കുട്ടികളാണ് കൂടുതലും, ചെറുപ്പക്കാരാണ്, വിളിച്ചു. ഇൻ്റർവ്യൂവിനായിട്ട് വന്നു. ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പ്രൊഡ്യൂസർ ഹമീദ് ക, ജമീം മൂവീസിൻ്റെ ഹമീദ് ക ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയുന്ന കുട്ടികളാണ് ഇവരെല്ലാം, അതുകൊണ്ട് ഞാൻ ഇതിന് ഇൻ്റർവ്യൂവിന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹമീദ് ക പതുക്കെ പുറത്തേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയതിൽ അൻസാർ കലാഭവൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കലാഭവനിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അപ്പോൾ ഞാനും നിന്നാലും ശരിയാവില്ല, അതുകൊണ്ട് ഞാനും ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇവരിറങ്ങി. പിന്നെ ഞാനും സുനിലുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടാണ് ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ മുഴുവൻ ഈ സീൻ ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ കുറേ പേര് വന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് ഒരുപാട് ഇന്ന് പ്രശസ്തരായിട്ടുള്ള പലരും അന്ന് അത്ര എസ്റ്റാബ്ലിഷ് ചെയ്ത മിമിക്രി ആർട്ടിസ്റ്റുകളൊന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ സിനിമ താരങ്ങളായിരുന്നില്ല. അപ്പോൾ ആരെയും പരസ്പരം അങ്ങനെ അറിയുന്നുമില്ല. കുറച്ചൊക്കെ ചിലർ സിനിമയിൽ മുഖം കാണിച്ചവരുണ്ട്. അക്കൂട്ടത്തിൽ വന്നതിലൊരാളാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും സുനിൽ പറഞ്ഞു, അതിലൊരാളെ സെലക്ട് ചെയ്തു, അത് കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സുനിലെ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഉള്ള ഒരാളല്ലേ നേരത്തെ വന്ന ആ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരാൾ, അപ്പോൾ പേരൊന്നും ശരിക്കും അറിയില്ല, എന്തോ ഗോപാലകൃഷ്ണനോ എന്തോ പറഞ്ഞാൽ അതല്ലേ കൂടുതൽ കുറച്ചുകൂടെ ബെറ്ററായത്. അപ്പോൾ സുനിൽ പറഞ്ഞു, ശരിയാണ്, ഞാനും അത് നോട്ട് ചെയ്തു, നമുക്കൊന്നുകൂടെ വിളിക്കാം. അങ്ങനെ വീണ്ടും ഈ ഗോപാലകൃഷ്ണനെ വിളിക്കുന്നു. കുറേ സീനുകൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കുന്നു. വളരെ നന്നായിട്ട് തോന്നി. അങ്ങനെയാണ് ശരിക്കും ഇദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. പിന്നീടാണ് ദിലീപായി മാറുന്നതുമൊക്കെ. അപ്പോൾ ഈ സംഭവമാണ് ദിലീപ് എന്നെ ഓർമ്മപ്പെടുത്തിയത്. എനിക്കത് വല്ലാണ്ട് അത്ഭുതം തോന്നി. അന്ന് വൈകുന്നേരം തിരിച്ച് ഞാൻ ആ കൽക്കട്ടയിലെ റൂമിൽ ഒരു ഫ്ലാറ്റിലായിരുന്നു അന്ന് ചിത്രീകരണം. കാളിഘട്ട് ചിത്രീകരണം കഴിഞ്ഞു. തിരിച്ച് ഒരു ഫ്ലാറ്റിലേക്ക് വന്നു. ഫ്ലാറ്റിൽ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ അന്ന് അവിടെ ആ ജനാലയിലൂടെ നോക്കിയാൽ ഒരു വലിയ സൺസെറ്റ് കാണാം. ഈ കൽക്കട്ടയിൽ ആ സീസണിലുള്ള ഒരു 7 മണിയായാലും അസ്തമിക്കാത്ത ഒരു ദിവസങ്ങളുള്ള സമയമാണ്. നല്ല രസകരമായിരുന്നു ആ സൺസെറ്റ്. അത് കണ്ടിങ്ങനെ ഞാൻ ജനലിലൂടെ നോക്കി നിൽക്കുമ്പോൾ പുറകിൽ വന്ന് ദിലീപ് തട്ടിയിട്ട് പറഞ്ഞു, പുഷ്പേട്ടൻ നമുക്കൊരു പടം ചെയ്യണ്ടേ? എനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപേ, ഒന്നാമത് എനിക്ക് കോമഡി തീരെ വഴങ്ങുന്ന ആളല്ല, അതുകൊണ്ട് അതാണ് ഞാൻ ദിലീപിനോട് ചോദിക്കാതിരുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, പുഷ്പേട്ടന് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തുള്ളൂ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ദിലീപിന് പറ്റുന്ന ഒരു സബ്ജക്റ്റ് കണ്ടെത്തി. അപ്പോൾ ദിലീപിന് കഥ വളരെ ഇഷ്ടമായി. പക്ഷെ അതൊക്കെ ഒരുപാട് ഞാൻ വൈകിച്ചു. കുറേ ലേറ്റായിട്ടാണ് ഞാനൊരു കഥ ദിലീപിന് വേണ്ടി കണ്ടെത്തുന്നതും. അപ്പോഴൊക്കെ ഈ ആർട്ട് ഡയറക്ഷൻ്റെയൊക്കെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്തൊന്നും അത്ര കണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഡയറക്ഷനോ അല്ലെങ്കിൽ ദിലീപിനെ വെച്ചൊരു പടം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. കുറേ കഴിഞ്ഞു. അടുത്ത കാലത്താണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരികയും ദിലീപിന് പറ്റുന്ന ഒരു കഥ കണ്ടെത്തി. ദിലീപിന് അത് വളരെ ഇഷ്ടമായി. അപ്പോൾ ദിലീപ് പറഞ്ഞു, അത് വേണ്ട, ഞാൻ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തോളാം, പുഷ്പേട്ടൻ വേറെ ആരെയും പ്രൊഡ്യൂസറെയൊന്നും അന്വേഷിച്ച് നടക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ അത് മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ ശരിക്കും ദിലീപിൻ്റെ പല ഘട്ടങ്ങളിലും കഥയ്ക്ക് വേണ്ടുന്ന പല നിർദ്ദേശങ്ങളും ചില ചേഞ്ചുകൾ ഒക്കെ ദിലീപിൻ്റേതായ രീതിയിലേക്ക് കൊണ്ടുവന്ന് അതെല്ലാം നമ്മൾ ക്യാരി ഓവർ ചെയ്തുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് നന്നായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഏറ്റവും അവസാനം അതിൻ്റെ ഒരു ബഡ്ജറ്റ് ഇടാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ദിലീപിൻ്റെ അനുജൻ അനൂപും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു കക്ഷിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരോടൊന്ന് ബഡ്ജറ്റ് ഇടാനായിട്ട്, കഥ കേൾക്കാനായിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്ത് വരുമ്പോൾ ശരിക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പുറത്ത് ഞാനൊരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ദിലീപ് ഒരു ചെരുപ്പ് കുത്തിയായിട്ടാണ് ഒരു തെരുവിൽ ഒറ്റപ്പെട്ടു പോയി ഒരു ഒളിവിൽ താമസിക്കുന്നത് പോലെ ഒരു ചേരിയിൽ താമസിക്കുന്ന ഒരു ക്യാരക്ടറാണ് ദിലീപിൻ്റേതായിരുന്നത്. ശരിക്കും ദിലീപിന് വളരെ ഇഷ്ടമായതാണ്.
പക്ഷേ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഇത് കണ്ട ഉടൻ തന്നെ പറഞ്ഞു, അയ്യോ ചേട്ടാ ഇത് ദിലീപിൻ്റെ ഫാൻസിന് ഇഷ്ടപ്പെടില്ല, ദിലീപ് ഈ ക്യാരക്ടർ ചെയ്താൽ ശരിയാവില്ല. അപ്പം ഞാൻ പറയും, ദൈവം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട, ദിലീപിന് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ കഥ വായിക്കുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു. അപ്പോഴൊക്കെ തന്നെ ഇയാളൊരു വളരെ അസ്വസ്ഥനായിട്ട് നിന്നാണ് ആ സ്ക്രിപ്റ്റ് മുഴുവൻ കേട്ടത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിനകത്തൊരു എന്തോ ഒരു സുഖക്കുറവുണ്ട്. ഇയാൾ ഇടയ്ക്ക് പുറത്ത് ഫോൺ വരുന്നു പോകുന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ കഥ മുഴുവൻ പറഞ്ഞ് കേൾപ്പിച്ചു, തിരിച്ചു പോന്നു. അടുത്ത ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ദിലീപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, പുഷ്പേട്ടാ നമുക്ക് കഥയൊന്ന് മാറ്റി പിടിച്ചാലോ, നമുക്ക് വേറെ ഒരു നല്ല കഥ എടുക്കാം. അപ്പോൾ ദിലീപ് തന്നെ ഒരു പേരൊക്കെ പറഞ്ഞു, ഒരു റൈറ്ററുടെ പേര് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ലൊരു കഥയുണ്ട്, നമുക്കതൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ കാലമായിട്ട് സത്യത്തിൽ സ്ക്രിപ്റ്റിൻ്റെ തിരുത്തുകളിലും എല്ലാം ദിലീപും ഇടപെടുന്നു, ഞങ്ങളും ഇടപെടുന്നു. അങ്ങനെ മാറ്റി വന്ന ഒരു സാധനം പെട്ടെന്ന് ഒരു മാറ്റിയിട്ട് വേറൊന്നിലേക്ക് പോവുക എന്ന് പറയുന്നത് എനിക്കൊരു അപ്രായോഗികമായി തോന്നി. അതൊരു ശരിയായ വഴിയല്ല എന്നും തോന്നി. അങ്ങനെ പിന്നെ എന്നിട്ട് ദിലീപ് പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ റൈറ്ററുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പുഷ്പേട്ടൻ ഒന്ന് കണ്ടാൽ മതി, എപ്പോഴാണ് കാണാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. പക്ഷേ ഞാൻ നോക്കിയിട്ട് അത്തരത്തിലൊരു മാറ്റം പെട്ടെന്നൊരു ജമ്പ് ചെയ്ത് പോയതിനോടുള്ള ഒരു യുക്തി ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് നീങ്ങിയില്ല. അപ്പോൾ അത്തരത്തിലൊരു വലിയൊരു അനുഭവമാണ് അതുണ്ടായത്. അതോടുകൂടി ആ പ്രോജക്റ്റ് ഞാൻ വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദിലീപ് ഈ ചില പ്രശ്നങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഗൗരീശങ്കരം എന്ന ചലച്ചിത്രം എൻ്റെ ആദ്യത്തെ സംവിധാനമാണ്. അതിനു മുമ്പ് ആർട്ട് ഡയറക്ടറായിട്ടിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് എനിക്ക് ഗൗരീശങ്കരത്തിലേക്കുള്ള വരവ് തോന്നിയത്. കാരണം അന്ന് ഗൗരീശങ്കരം ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ വർക്ക് ചെയ്ത മുഴുവൻ ആർട്ടിസ്റ്റുകളും, നരേന്ദ്രപ്രസാദ് സാറായിരുന്നാലും കാവ്യയാണെങ്കിലും പൊന്നമ്മ ചേച്ചിയാണെങ്കിലും എല്ലാവരും, ഊർമിള ഉണ്ണി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനൊക്കെ നമ്മൾ മറ്റ് പടങ്ങളിൽ പലതിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇവരെല്ലാവരുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറമാൻ അഴകപ്പനായിരുന്നു. അത്തരത്തിൽ ഒരു പുതുമ അല്ലെങ്കിൽ ഒരു പുതിയൊരു ജോലി ചെയ്യുകയാണെന്നുള്ളൊരു ഫീൽ പോലും ഇല്ലാതെയാണ് ഞാൻ ഈ ഗൗരീശങ്കരം ചെയ്യുന്നത്. ശരിക്കും ഗൗരീശങ്കരത്തിൻ്റെ തുടക്കം ചെയ്യുന്നത് സുരേഷ് ഗോപിയെ നായകനാക്കിക്കൊണ്ടായിരുന്നു. ഒരു വലിയൊരു ആനയെ നയിക്കുന്ന ഒരാളായിട്ട്, മതം പൊട്ടി വരുന്ന ആനയൊക്കെ പിടിച്ചു നിർത്തുന്ന ഒരു വലിയൊരു ക്യാരക്ടറായിട്ടൊക്കെയാണ് ആദ്യം അത് പ്ലാൻ ചെയ്തത്. അങ്ങനെ ശരിക്കും സുരേഷ് ഗോപിക്ക് അഡ്വാൻസ് കൊടുക്കുന്നു. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒരു എമൗണ്ട് പറഞ്ഞാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി അതിൻ്റെ ഒരു റെമുനറേഷൻ മാറ്റി കൂടുതൽ വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് വളരെ കൂടുതലാണ് ചോദിച്ചത്. അപ്പോൾ അതൊരു ശരിയായ രീതി അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എങ്കിലും പ്രൊഡ്യൂസർ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാൻ തയ്യാറായിരുന്നു. എങ്കിലും ഒരു വാക്ക് മാറി പറയുന്നത് ഒരു ശരിയായ രീതി അല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹത്തെ വിടാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹത്തിൽ നിന്ന് മാറുകയും വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് കഥ കുറച്ചുകൂടി ലൈറ്റാക്കി അങ്ങനെയാണ് ഗൗരീശങ്കരത്തിലേക്ക് വരുന്നത്. ഗൗരീശങ്കരത്തിൻ്റെ തുടക്കം, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് നോക്കുമ്പോൾ കഥ എൻ്റെ കഥയായിരുന്നു. അത് മാഡമിനെ കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് കഥ മാഡമിനോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് എഴുതാനായിട്ട് മാഡം തിരുവനന്തപുരത്ത് എത്തുന്നു. തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് റൂമിലേക്ക് കൊണ്ടുവരുന്ന, ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ ശരിക്കും അദ്ദേഹം ഒന്ന് ഫ്രഷ് ആവാനൊക്കെ കയറിയ സമയത്ത് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഛായാഗ്രാഹകൻ വിപിൻ ദാസ് അദ്ദേഹം മാഡമിനെ കാണാനായിട്ട് വരുന്നു. അപ്പോൾ മാഡമുമായിട്ടൊന്ന് കുറച്ച് നേരം സംസാരിക്കണമെന്ന് പറയുന്നു അവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, അവർ വന്നൊന്ന് ഫ്രഷ് ആവട്ടെ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് മാഡമ്പ് വിപിൻദാസിനോടൊപ്പം പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് ശരിക്കും നന്നായിട്ട് മദ്യപിച്ചിട്ടായിരുന്നു വന്നത്. അതെനിക്ക് വലിയ നിരാശ വരുത്തി. കാരണം എൻ്റെ ആദ്യത്തെ സിനിമയാണ്, ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എങ്കിലും അന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു.
ഞാൻ മാഡമിനോട് പറഞ്ഞു, മാഡം ഇങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി എൻ്റെ സ്വപ്നമാണ്, അത് തകർക്കരുത് ദൈവീയത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ സംഭവിച്ചാൽ എനിക്ക് വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞു. അടുത്ത ദിവസം വീണ്ടും രാവിലെ തന്നെ മാടമ്പ് എഴുതാനായിട്ടൊക്കെ തയ്യാറായി ഇരുന്നു. ആദ്യത്തെ കുറച്ച് സ്ക്രിപ്റ്റിലേക്ക് കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ വിപിൻദാസ് വീണ്ടും വന്നു. അപ്പോൾ തലേ ദിവസം ഞാൻ മാടമ്പിനോട് വളരെ കൃത്യമായി പറഞ്ഞതുകൊണ്ട് തന്നെ മാടമ്പ് തീരെ അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ സ്ക്രിപ്റ്റ് എഴുത്തിലേക്ക് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് കുറച്ച് നേരം ഇരുന്ന് വിപിൻദാസ് തിരിച്ച് നമ്മുടെ റൂമിൻ്റെ പുറത്തിറങ്ങി, വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എന്നിട്ട് തിരിച്ച് വാതിലിൻ്റെ അവിടെ നിന്നുകൊണ്ട് മാടമ്പിനോട് പറഞ്ഞു, മാഡം തിരുമേനി 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹത്തെ പുറത്തേക്ക് വിളിക്കുന്നു. പുറത്തേക്ക് വിളിച്ചു. അവിടെ നിന്ന് അവർ എന്തൊക്കെയോ സംസാരിച്ചു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഷർട്ടും എടുത്തിട്ട് വീണ്ടും പുറത്തേക്ക് പോയി. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും വരുന്നില്ല. ഉച്ചയാകുന്നു, കാണുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ റൂം പൂട്ടിയിട്ട് താക്കോലും കൊണ്ട് ഞാനും ഒന്ന് പുറത്ത് പോയി. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും മാടമ്പ് റിസപ്ഷനിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചകത്ത് വന്നപ്പോഴും മാടമ്പ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. കാരണം എൻ്റെ ഒരു ജീവിതത്തിലെ ആദ്യത്തെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ഞാൻ അന്ന് വളരെ ഇതായിട്ട് മാടമ്പിനോട് പറഞ്ഞു, ഞാനിവിടെ വെച്ച് സിനിമ അവസാനിപ്പിക്കുന്നു, ഈ പടം ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് നാളെ എങ്ങനെയാണ്, ട്രെയിനിലാണോ പോകുന്നത് എങ്കിൽ ടിക്കറ്റ് എടുക്കാം, അതല്ല കാറിലാണ് തിരിച്ചു പോകുന്നതെങ്കിൽ കാറിനുള്ള ഏർപ്പാട് ചെയ്യാം, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും ശരിക്കും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നിയന്ത്രണം വിട്ടു. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എനിക്ക് വല്ലാണ്ട് ഞാൻ വിതുമ്പിപ്പോയി. അപ്പോൾ അതുവരെ വളരെ ബലം പിടിച്ച് നിന്ന മാടമ്പ് പെട്ടെന്നാണ് ഈ അമ്പലത്തിൽ സാഷ്ടാംഗം വീണ് പ്രണമിക്കുന്ന പോലെ പെട്ടെന്ന് അദ്ദേഹം എൻ്റെ കാലിലേക്ക് വീണ് ഇങ്ങനെ പ്രണമിക്കുന്ന പോലെ വീണു. ഞാൻ പെട്ടെന്ന് സ്തബ്ധനായിപ്പോയി. ഞാനും അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, എന്താ തിരുമേനി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാനിരിക്കുന്നു. അപ്പോൾ എപ്പോഴൊക്കെ ഒരു വളരെ ഇമോഷണലായിട്ടുള്ള രംഗങ്ങളാണ് ശരിക്കും. അപ്പോൾ അതൊക്കെ മാടമ്പ് എണീറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ശരി, ഞാൻ കഴിക്കാതിരുന്നാൽ മതിയല്ലോ, ഞാൻ ഇനി ഈ പടം തീരുന്നത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ കൈ വെച്ചിട്ട് ഇങ്ങനെ വാക്ക് തന്നു. പക്ഷേ ആ വാക്ക് അവസാനം വരെ മാടമ്പ് പാലിച്ചു. ഒരു തുള്ളി പോലും കഴിച്ചില്ല. പക്ഷേ അടുത്ത ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും ഈ വിപിൻദാസിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഒരു വലിയ മദ്യക്കുപ്പിയുമായിട്ട് അയാൾ ഒളിപ്പിച്ച് രഹസ്യമായിട്ട് കൊണ്ടുവന്ന് മാടമ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ തൊട്ടടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചത് എന്താ ഇതെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ആ പൊതിയങ്ങ് അഴിച്ചപ്പോൾ ഒരു മദ്യമാണ്. ഞാൻ മാടമ്പിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അതിൻ്റെ അടപ്പ് തുറന്നിട്ട് വാഷ് ബേസിനിലേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചിട്ട് കുറച്ച് അത്യാവശ്യം അയാളടുത്ത് വഴക്ക് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഈ വിപിൻദാസോ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റോ വന്നിട്ടില്ല. മാടമ്പ് അതിലൊരു പരാതിയും പറഞ്ഞതുമില്ല. അത് തീരുന്നത് വരെ അത് കഴിച്ചിട്ടുമില്ല. ഏകദേശം ഇതിന് സമാനമായ മറ്റൊരു അനുഭവവും ഈ ഗൗരീശങ്കരത്തിലുണ്ടായി. വെട്ടിക്കോട് വെച്ചിട്ട് ഷൂട്ടിംഗ് തുടങ്ങി. അതിൻ്റെ തുടക്കം ഒരു പ്രൊസഷനാണ് എടുത്തത്. അതിൽ മിക്കവാറും ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട്. നരേന്ദ്രപ്രസാദ് സാറുണ്ട്, പൊന്നമ്മ ചേച്ചിയുണ്ട്, ഊർമിള ഉണ്ണി, കാവ്യ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളുമുള്ള ഒരു ക്രൗഡോടുകൂടി ഒരു പ്രൊസഷനാണ് എടുത്തത്. ആദ്യത്തെ സീൻ എടുക്കുമ്പോഴത്തേക്കും പ്രസാദ് സാറെല്ലാം ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അടുത്ത അതിൻ്റെ വേറൊരു ആംഗിളിൽ നിന്ന് ഷോട്ട് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പ്രസാദ് സാറില്ല. അപ്പോൾ അസിസ്റ്റൻസിൻ്റെ അടുത്ത് വിളിക്കാനായിട്ട് പറഞ്ഞു. ഇവർ സാറിനെ വിളിക്കാനായിട്ട് പോകുന്നു. എന്നിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, സാറ് നല്ല ഫിറ്റാണ്, ഇനി വരുമെന്ന് തോന്നുന്നില്ല, സാറ് വരില്ല, നല്ല ഫിറ്റായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. വീണ്ടും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് പകരം, അത് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസമാണ്, ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ പ്രസാദ് സാറിന് പകരം വേറെ ആരെ വിളിക്കാം? പിന്നെ ഈ ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ഇതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, പകരം വിളിക്കാൻ ആരെ? അങ്ങനെ ചില മുഖങ്ങൾ മനസ്സിലേക്ക് തെളിയുന്നു. അവരെയൊക്കെ ബന്ധപ്പെടാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രസാദ് സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ ശരിക്കും നമ്മുടെ മാടമ്പിനോട് പറഞ്ഞതിന് സമാനമായ രീതിയിലാണ് എനിക്ക് അദ്ദേഹത്തിനോടും പറയേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരാളിനെ വിളിച്ചോട്ടെ എന്തായാലും. അപ്പോൾ എനിക്ക് നരേന്ദ്രപ്രസാദ് സാറുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുണ്ട്. പൈതൃകം സിനിമയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കാലം മുതൽ, ഞാൻ അതിനകത്ത് ആർട്ട് ഡയറക്ടറായിരുന്നു.
ആ കാലം മുതലുള്ള ഒരു വല്ലാണ്ടൊരു മാനസിക അടുപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില പുസ്തകത്തിന് ഞാൻ കവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു വ്യക്തിപരമായി തന്നെ ഒരു അടുപ്പമുള്ള ഒരു ആളാണ്. അപ്പോൾ ആ ഒരു ഇമോഷനിലോടുകൂടി തന്നെയാണ് ഞാൻ സാറിനോട് പറഞ്ഞത്, സാറേ ഞാൻ വേറെ ആളെ വിളിച്ചോട്ടെ, കാരണം എനിക്ക് എന്തായാലും പടം തുടങ്ങി നിർത്താൻ പറ്റില്ല, എന്തായാലും സാറിനെ കൊണ്ട് ഇനി അത് തുടരാൻ പറ്റുമെന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിസ്റ്റ് ശരിക്കും ഉണർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വല്ലാണ്ട് ഈ ശരിക്കും മാടമ്പ് പറഞ്ഞതിൻ്റെ തനിയാവർത്തനം പോലെ തന്നെ അദ്ദേഹം എനിക്ക് വാക്ക് തന്നു, ഞാൻ ഈ പടം കഴിയുന്നത് വരെ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയായിരുന്നു അത്. കാരണം അദ്ദേഹം ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നൊരു സമയമായിരുന്നു. അത് മറികടക്കാനായിരുന്നു അദ്ദേഹം മദ്യപിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നീടാണ് മനസ്സിലായത്. പക്ഷേ ഈ പടം തീരുന്നത് വരെ അദ്ദേഹം കഴിച്ചില്ല എന്ന് മാത്രമല്ല, അടുത്ത ദിവസം എവിടെയോ അദ്ദേഹം അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരു രാത്രി 11 മണിയായപ്പോൾ 11:30 ആയപ്പോൾ എൻ്റെ റൂമിൽ വന്ന് തട്ടുകയാണ്. തട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നോക്കുമ്പോൾ വാല് തുറക്കുമ്പോൾ പ്രസാദ് സാറാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഇലയിൽ കുറച്ച് പ്രസാദമൊക്കെ കൊണ്ടുവന്നിട്ട്, ഞാൻ തനിക്ക് വേണ്ടിയും പിന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, തനിക്ക് വേണ്ടിയുള്ള പ്രസാദമാണെന്ന് പറഞ്ഞ് എനിക്ക് തരികയൊക്കെ ചെയ്തതാണ്. ആ ഫിലിം തീരുന്നത് വരെ പ്രസാദ് സാർ പിന്നെ ഒരു തുള്ളി പോലും മദ്യം കഴിച്ചിട്ടില്ല. പടം തീർന്നു. അതിൻ്റെ ഡബ്ബിങ്ങിൻ്റെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരെയും ഡബ്ബ് ചെയ്തു. അപ്പോഴത്തേക്കും സാറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് സാറ് മാറി. ഞാൻ അപ്പോഴും പ്രസാദ് സാറിനെ വിളിക്കുമ്പോൾ സാറ് പറഞ്ഞു, ഉടൻ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്തായാലും ഒരാഴ്ചയെങ്കിലും കഴിയും, നിങ്ങൾക്ക് റിലീസിങ് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നീട് കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. അവസാനം സാറിൻ്റെ മകളാണ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തിട്ട് മകൾ പറഞ്ഞു, വളരെ മോശമായൊരു ഘട്ടത്തിലേക്ക് സാറ് പൊയ്ക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ എന്തായിരുന്നാലും ഉടനൊന്നും സാറിനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുക സാധ്യമല്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ബോബി ചോറ്റാനിക്കര കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം, അത് ബേബി ചോറ്റാനിക്കര ശരിക്കും മറ്റൊരു ആർട്ടിസ്റ്റിനെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്ന് അയാളുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും പ്രസാദ് സാറിനോട് മാച്ച് ചെയ്യുന്നതാണല്ലോ എന്നിങ്ങനെ തോന്നി. അങ്ങനെ അയാളുടെ ആ ക്യാരക്ടറിൽ നിന്ന് മാറ്റിയിട്ടാണ് പ്രസാദ് സാറിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യിപ്പിക്കുന്നത്. അതിന് അയാൾക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി, ഡബ്ബിങ്ങിനുള്ള സ്റ്റേറ്റ് അവാർഡും കിട്ടിയിരുന്നു. അങ്ങനെ ഒരു അനുഭവം ആയിരുന്നു ഗൗരീശങ്കരൻ തന്നത്. സോങ്ങിൻ്റെ സെറ്റ് ശരിക്കും ഡയറക്ടറെ വളരെ സംതൃപ്തനാക്കി. അദ്ദേഹം ഗൗതമിയെയും ജയറാമിനെയൊക്കെ വിളിച്ചിട്ട് ഇതാണ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് എന്നെ വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് എനിക്ക് ഒരു വലിയ റിലീഫായി. പിന്നെ ആ ഒരു മനസ്സിൻ്റെ സംഘർഷമൊക്കെ കുറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ ഈ സിനിമ ഇനി ചെയ്യുന്നില്ല, ഇനി സിനിമ എനിക്ക് പറ്റിയതല്ല എന്നെനിക്ക് തോന്നി.